ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഡബിൾ ആൽഫ് സ്റ്റുഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് ഡേ 2 ആണ് ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് വേറൊരു കസിൻ്റെ വീട്ടിലാണ്. എന്നാൽ രാത്രി ഇവിടെയായിരുന്നു നിന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി കുളിക്കാൻ പോകണം. അവരെല്ലാവരും ഇങ്ങോട്ട് വരും. ഇന്ന് ഇവിടെയാണ് ഫുഡൊക്കെ. പിന്നെ ഇന്ന് എവിടെയും പോകാനൊന്നും പറ്റില്ല, ഇന്ന് ഈദായതുകൊണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. അതുകൊണ്ട് ഇന്ന് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ലാത്തതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഗൈസ്, വെറുതെ ഇരിക്കണം. പിന്നെ അവരൊക്കെ വരുമ്പോൾ ഫുള്ള് ബഹളമൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗൈസ് ഇത്രയൊക്കെയുള്ളൂ, നമുക്ക് പോയി കുളിക്കാം. ഫ്രണ്ട്സ് ഞാൻ കുളിച്ചു കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തു. ടച്ചപ്പ് എന്ന് വെച്ചാൽ പൗഡർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, അത്രയേ ഉള്ളൂ എൻ്റെ ടച്ചപ്പൊക്കെ. ഞാൻ അത്രയ്ക്ക് മേക്കപ്പ് ഇടാറുള്ളൂ ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം അമ്മയച്ഛനൊന്നും ഇവിടെ ഇല്ല. അമ്മയച്ഛനൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ്. ചിക്കൻ വെക്കാൻ, ബിരിയാണി വെക്കാൻ എന്തോ ആണ്, ചെമ്പൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ്. അവളിവിടെ ഇല്ല കേട്ടോ ഗൈസ്, അവളിവിടെ ഇല്ല. അവൾ ഇന്നലെ നമ്മൾ കണ്ട വീട്ടിലാണ് അവളുള്ളത്. അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ പിന്നെ വേറെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇപ്പം അമ്മ വരുമ്പോൾ അവളെ കൂട്ടിയിട്ട് വരും. ബ്രഷ് ചെയ്യണം, കുളിക്കണം, അങ്ങനെയൊക്കെ. എന്താണ് ഗൈസ്, ഇപ്പം ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ പിന്നെ പശു പട്ടിയൊക്കെ ഉണ്ട്. ഇത് വലിയ പട്ടിയാണ്, ജിമ്മി കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആരും ഇല്ലാത്തതുകൊണ്ട് രസമില്ല ഗൈസ്, ഫുൾ ബോറടിയാണ്. പിന്നെ വ്ളോഗ് ഇടൽ ഞാൻ എറണാകുളത്ത് എത്തിയിട്ടേ ഇടുള്ളൂ. കാരണം ഇവിടെ ഇരുന്നൊരു സമാധാനം കിട്ടില്ല ഗൈസ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫുൾ അങ്ങോട്ട് നടക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫോൺ കളിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ അത് മതിയല്ലോ, കുട്ടികൾക്കൊക്കെ അത് മതിയല്ലോ. ഫോൺ കളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് മാത്രം എറണാകുളത്ത് പോയിട്ട് ഞാൻ ഇടും. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒന്നും ഇല്ല ഗൈസ്, എല്ലാം പഴയത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, ഇനി 10 കഴിഞ്ഞ പിന്നെ വീണ്ടല്ലോ. അങ്ങനെ എല്ലാം ബാഗ് മാത്രം മതിയല്ലോ. പക്ഷെ കുപ്പി മേടിക്കണം, എനിക്ക് കുപ്പിയില്ല. സോ അത് മാത്രമേ മേടിക്കാനുള്ളൂ. അപ്പോൾ അത് വലിയ ഷോപ്പിംഗ് ആയിട്ട് നടത്തണം വീഡിയോ വേണമെന്ന് എനിക്കില്ല. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ വീഡിയോ എടുക്കാം, ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. നമുക്ക് താഴത്തേക്ക് പോകാം. താഴത്ത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ആ വീട്ടിലത്തെ പോലത്തെ ഇവിടെ ജിമ്മി ഉണ്ട്. ജിമ്മി ജിമ്മി ബൗ 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 ബൗ. ജിമ്മി മൈൻഡില്ല ഗൈസ്. ഇവിടെ പശു ഉണ്ട്, പശുക്ക് തീറ്റ കൊടുക്കാൻ പോയിരിക്കുകയാണ് ഇവിടുത്തെ മേമ, എൻ്റെ മേമ. ഇവിടെ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ വയലിൽ കൂടെയൊക്കെ നടക്കാനാണ് ഇവിടെ കൂടുതലും. അങ്ങനെ റോഡെന്ന് പറയില്ല, വയലാണ്, നല്ല രസമായിരിക്കും. എന്താ ഫുള്ള് വയലാണ് അങ്ങോട്ടേക്കൊക്കെ, അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്കങ്ങനെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നടക്കാനും അറിയില്ല. ഇപ്പോൾ അവർ വരുന്നവരെ എനിക്ക് ഫോൺ ഓണാക്കാൻ പറ്റില്ല. ഫോൺ അമ്മ ലോക്ക് ചെയ്തു ഗൈസ്. ഭയങ്കര ഫോൺ കളിയാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ട് ഫോൺ ലോക്ക് ചെയ്തു. ഇപ്പം അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് തുറക്കാൻ പറ്റും. അമ്മ തുറന്നിട്ടാണ് പോയത് ലോക്ക്, പക്ഷേ ഞാനറിയാണ്ടേ കുളിക്കാൻ പോയപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ലോക്ക് പോയി. ഗൈസ് നമുക്ക് വയനാട് ഇവിടെ വീടുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. സ്ഥലം ഞങ്ങൾ വെള്ളമുണ്ട 8-4 ഗൈസ്. ഞങ്ങളുടെ വീട് അതെ വെള്ളമുണ്ട 8-4 ഗൈസ്. ഈ വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന പകുതിയവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ഇപ്പം നമ്മളുള്ളത് നീലാംബരിയിലാണ് ഗൈസ്. നീലാംബരി എല്ലാ വീട്ടുകാർക്കും പേരുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പേര് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ പേരില്ല, ബാക്കിയുള്ള വീട്ടിലെ പേരുണ്ട്. ഇന്നലെ ഞങ്ങളിരുന്നത് പാർവതിയിലായിരുന്നു, ഇന്നിപ്പോൾ നീലാംബരിയിലാണ് ഗൈസ്. വീട്ടുപേരാണ് കേട്ടോ, സ്ഥലപ്പേരല്ല.
അപ്പോൾ വയനാടുള്ളവരൊക്കെ എന്തായാലും ഇവിടെ കമൻറ്റ് ചെയ്യണം. കുറേ പേരുണ്ടാവും മിക്കവാറും, കാരണം പകുതി അമ്മേൻ്റെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ ശരിക്കും ഇവിടെ വന്നത് റീയൂണിയൻ കൂടാനാണ് ഗൈസ്. അമ്മയുടെ +2 ഗ്രൂപ്പ് മൊത്തം ഇവിടെയാണ് അമ്മ +2 ഒക്കെ പഠിച്ചത്. സോ റീയൂണിയന് വേണ്ടി അമ്മ സെറ്റായിട്ട് വന്നത്. പക്ഷേ അതിപ്പോൾ നടക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. പലവരും പല സ്ഥലത്താണ്, പിന്നെ ടൈം, പിന്നെ ദിവസം, പിന്നെ ഇന്ന് പെരുന്നാൾ. അമ്മയ്ക്ക് പകുതി മുസ്ലിം ഫ്രണ്ട്സാണ്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വയനാട് വന്നാൽ പൊതുവേ അങ്ങനെ കറങ്ങാൻ പോകാറൊന്നുമില്ല. ഓരോ വീടുകളിൽ പോകും, മാങ്ങ പെറുക്കാൻ തോട്ടത്തിൽ പോകും, വയലിൽ, പറമ്പിൽ, എല്ലായിടത്തും പോകും. പിന്നെ എല്ലാ വീട്ടിലേക്കും പോകും, നടന്ന് പോകും. അതാണ് രസം ഇവിടെ വയനാട് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ അങ്ങനെ ആരും ഇല്ല. പിന്നെ പോകേണ്ട ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവരൊക്കെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ വേറെ പോകണമല്ലോ എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ പണ്ടൊരു ഷോർട്ട് ഫിലിം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, സീരിയൽ മാനിയ എന്ന് പറഞ്ഞിട്ട്. ആ ആങ്ങളുടെ വീടും ഇവിടെ തന്നെയാണ് ഗൈസ്. അത് വയനാട്ടിൽ നിന്ന് എടുത്തതാണ്. ആങ്കളും ആൻറ്റി ഒരു വൈഫും ഹസ്ബൻഡുമാണ്. ഒരു മോളും ഉണ്ട്, ശിവകാമി എന്ന് പറഞ്ഞിട്ട് ആക്ടറാണ്, സിനിമയിലൊക്കെ ഉണ്ട്. ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ കുറേ ഉണ്ട്, പക്ഷേ അങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഏത് സീനെന്നൊക്കെ. ശിവകാമി അനന്തൻ നായർ എന്നാണ് പേര്. ചേച്ചി ഇപ്പോൾ എറണാകുളത്താണുള്ളത്, ഇവിടെ അച്ഛനും അമ്മയും മാത്രം. അപ്പം എപ്പോഴും ഞാൻ ഇവിടെ വന്ന് അവിടെ പോയി ഇരിക്കും, അവിടെ പോയി നിൽക്കും. അവിടെയാണ് ഞാൻ എപ്പോഴും സ്റ്റേ ചെയ്യാറ്. എന്നിട്ട് അവരുടെ കൂടെ പണിയെടുക്കും, കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ സ്വന്തം വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ അടിച്ചു വാരി പോലില്ല. ഇവരുടെ വീട്ടിൽ വന്നാൽ ഞാൻ അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ അന്ന് നമ്മൾ സീരിയൽ മാനിയ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എടുത്തത് പെട്ടെന്ന് ഇങ്ങനെ ഇവരുടെ കൂടെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി അങ്ങനെ വെറുതെ ചെയ്തു, രസം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ മൊത്തം നമുക്ക് ഫാൻസാണ്, വയനാട് മൊത്തം നമുക്ക് ഫാൻസാണ് ഗൈസ്. ചെയ്യാനാ, എറണാകുളത്താണ് ഫാൻസ് ഇല്ലാത്തത് ഗൈസ്. ഉണ്ടാക്കിയെടുക്കണം, നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഒരു 500 ആക്കി തരുമോ? 500 ആക്കിയാലേ എനിക്ക് പ്രൊഡക്ട്സൊക്കെ ടാഗ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റും, പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു 500 ആക്കി തരണം. 500K അല്ല, 500, വെറും 500 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരും. അത് ഇനി ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം എത്ര ആക്കണമെന്ന്. 500 നിങ്ങളൊന്ന് ആക്കി തരണം ഗൈസ്, കാരണം എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. 500 ആയാലേ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊമോഷൻ ചെയ്താൽ കുറച്ചെങ്കിലും വരുമാനം കിട്ടും, കുറച്ചെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ, അപ്പോൾ 500 ആക്കി തരണം ഗൈസ്, എന്നാലും എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും എടുക്കും ഗെറ്റ് റെഡി വിത്ത് മീ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ടാഗ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ChatGPT കൊണ്ട് വെറുതെ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം. അപ്പോൾ നിങ്ങളത് കനിയണം, നിങ്ങളെ കൊണ്ടേ പറ്റൂ ഗൈസ്, നിങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ 343 ആണെന്ന് തോന്നുന്നു ഗൈസ്. 343 ആണ്. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് 500 ആവില്ലേ? ഒന്ന് ശരി, നീ എന്നെ സഹായിച്ചാൽ മതി. ജിമ്മിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം, കുറവൊക്കെ ഉള്ളൂ പ്രതികരണം. ജസ്റ്റ് പോയി നോക്കാം. ഒരു 2 പട്ടി ഉണ്ടായിരുന്നു, ഒരു വലിയ ബ്ലാക്ക് പട്ടിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ 2 എണ്ണം, ഇതിപ്പോൾ 3 എണ്ണം, ഇപ്പോൾ ഇത് 3ാമത്തെയാണ്. 2 എണ്ണം ഉണ്ടായിരുന്ന ചത്ത് പോയി ഗൈസ്, പാവം. ജിമ്മി ഇവിടെ ഓരോ സൗണ്ട് ഇട്ട് തന്നെ പേടിയാവും, സൗണ്ട് കേട്ടിട്ട്. ഹായ് ജിമ്മി. എൻ്റെ അമ്മ, ഞാനൊന്ന് കാല് വെച്ച് ഇതാക്കിയിട്ടുള്ളൂ ഗൈസ്, അപ്പോഴത്തേക്ക് കുരയ്ക്കാൻ തുടങ്ങി. തീ കാല് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചവിട്ടിയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് കുരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനെ കണ്ടിട്ട് രസം, ബ്ലാക്ക് പട്ടീനെ കാണാനായിരുന്നു. അത് ചത്തുപോയില്ലേ. പിന്നെ ഇവിടെ പശുവുണ്ട്, കോഴിയുണ്ട്. അവിടെ ഇരുന്നോ, ഞാൻ പോന്നാ. പശു, കോഴി, അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് വയൽ, ഞാൻ കാണിച്ചു. ഇവിടെയാണ് വയൽ. വിനീതമ്മ, മേമ പശുവിനെ ഇവിടെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരെ വേണം, പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ആ വഴി പോയ വീട്ടിലേക്ക് എത്താൻ പറ്റും ഗൈസ്, ആ വഴി പോയാൽ. പക്ഷെ ഒറ്റയ്ക്ക് പോലെ ഇവിടെ മൊത്തം പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പാമ്പ്, പട്ടി എല്ലാം ഉണ്ട്, ഉള്ള ജീവികൾ മൊത്തം ഉണ്ടാവും. സോ ഞാൻ ഒറ്റയ്ക്ക് പോയില്ല.
നമ്മൾ ഇന്നലെ പോയ വീട്ടിൽ നിന്ന് അപ്പോൾ ഇന്നലെ പോയ വീട്ടിൽ ഇപ്പം പാമ്പ് വന്നിട്ടുണ്ട്. ഒരു തവള ചാടി അകത്തേക്ക് കയറി. അപ്പോൾ ഞങ്ങളുടെ വല്യമാമൻ വല്യമാമൻ എന്നാൽ ഞങ്ങളെ കാണിച്ചില്ലേ എൻ്റെ പീക്കിരികൾ, അവരുടെ അച്ചച്ചൻ വേറൊരു കുഞ്ഞു കൊച്ചിനെയും കൂടെ പിടിച്ചിട്ട് ഇരിക്കുമായിരുന്നു കയ്യിൽ. അപ്പോൾ തവള ചാടി വന്നതിൻ്റെ പുറകിൽ പാമ്പ് അതിനെ പിടിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഈ വലിയ മാമൻ്റെ കാലിൽ ചുറ്റി പാമ്പ്, കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചിരിക്കണം ഗൈസ്. അപ്പം അത് കേട്ടതോടെ ഞാൻ പിന്നെ വരാന്തയിൽ പോയിരുന്നിട്ടേ ഇല്ല ഗൈസ്. രാത്രി രാവിലെ ഒന്നും കുഴപ്പമില്ല, രാത്രി നല്ല അപ്പം തവള ഉണ്ടായിരുന്നു അവിടെ. അപ്പം പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഞാൻ അകത്തോണ്ടിരുന്നു ടി വി കാണാൻ പോവാണ്, വേറെ പണിയില്ല. അമ്മ വന്നു, അച്ഛൻ വന്നു. അപ്പോൾ ഒരു ബോംബ് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് തിന്നാക്കാം. അത്ര ടേസ്റ്റില്ല ഗൈസ്. ഓറിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞങ്ങളൊരു സീരീസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മഞ്ജുഷ മാപ്റ്റ് എന്നാണ് യൂട്യൂബ് ചാനൽ വരും. ഹെയർ എക്സ്റ്റൻഷൻ എന്നാണ് സീരീസിൻ്റെ പേര്. അടിപൊളിയാണ് ഗൈസ്, ഇത് കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അടിപൊളി സീരീസാണ്, കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ വന്നപ്പോൾ ഞങ്ങളെയും മറ്റൊരു ബേക്കറി മേടിക്കാൻ പോയി. അപ്പോൾ അത് ബനാന ചിപ്സ് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ഫുൾ പാക്കറ്റ് തീർത്ത് തരും. പക്ഷെ അമ്മ കൊണ്ടു. ഇതാണ് നമ്മുടെ ഒരു ഫാൻ, നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന ഒരാൾ കണ്ടുമുട്ടിയിരിക്കുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ കൂടെ ഷോർട്ട് ഫിലിമിൻ്റെ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന ആളാണ് ഗൈസ്. ഞങ്ങൾ വയൽ അല്ല പാടം അല്ല റോഡ് അല്ല ഇതിലെ കൂടെ നടക്കുവാണ് ഗൈസ്, 2 പാടങ്ങളുടെ നടുവിലൂടെ. ഓക്കെ, ഇപ്പം മനസ്സിലായില്ല, പാടമല്ല വയൽ. പേരൊക്കെ പറിച്ചിടുവാണ് ഗൈസ്. അത് പൊട്ടിയിട്ടില്ല, വരയുള്ള ഞങ്ങളുടെ വയനാട്ടിലെ സ്വന്തം വയനാട് വെള്ളമുണ്ട ആലഞ്ചേരി മുക്കിൽ ഞങ്ങളുടെ തറവാട്ടിൽ ഇട്ടിരിക്കുന്ന നല്ല ഒരു പേരക്കായാണ്. കണ്ടു നോക്കൂ, നല്ല ഭംഗിയല്ലേ? നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? അടിപൊളിയാണ് ഗൈസ്. പേരക്ക ഇനിയും പറിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തത് നോക്കട്ടെ. നമ്മൾ തറവാട്ടിലോട്ട് പോവാണ്, പഞ്ചാര നെല്ലിക്ക തിന്നാൻ പോവാണ്. നമ്മുടെ ആറാഞ്ചോടായ തറവാട്ടിലേക്ക് പോവാണ്. അവിടെ പഞ്ചാര നെല്ലിക്ക ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളത് തിന്നാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിൽ കൂടെ നടക്കാനൊക്കെ അടിപൊളിയാണ്, അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. കൂടെ നടന്നു പോകാൻ വേറൊരു വൈബാണ്. വാഴത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നതാണ് ഗൈസ്. ഇനി അടുത്ത മാങ്ങയാണ്. നമ്മുടെ തറവാടെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ തറവാട്, ആറാഞ്ചോട്. കാടും മലയൊക്കെ കയറി വന്നു ഗൈസ്. ഫുള്ള് കാട് പിടിച്ചിരിക്കുകയാണ്, പക്ഷെ നമുക്കൊരു വിഷയമല്ല ഗൈസ്. നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തറവാട് എത്തി, അതിൻ്റെ മുൻഭാഗത്ത് പോകുന്നു. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ വല്യമ്മേൻ്റെ വില്ലേജൻ്റെ വീട്. അവർ പക്ഷേ ഇപ്പം ഇല്ല, അവർ മരിച്ചു പോയി ഗൈസ്. തറവാട്ടിലെ അവക്കാടോ ഇട്ടത് ഗൈസ്. എല്ലാം വാടി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യനെ, എൻ്റെ സ്വന്തം പ്രിയപ്പെട്ട സോനേനെ കാണാൻ വേണ്ടി വന്ന ഒരു വീടാണ്. നമ്മുടെ ആറാഞ്ചോട്ടിൽ തറവാടായിരുന്നു. ഇവിടെ പണ്ട് ഒരുപാട് ആൾക്കാർ താമസിച്ച ഒരു വീടാണ്. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പല നാട്ടിലേക്കും ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ എറണാകുളത്തേക്കെല്ലാം ഷിഫ്റ്റായി. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇവിടെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പഴയ പിള്ളേരാണ്. ശ്രുതി എന്ന് പറയും, ഇത് ശ്രീകുട്ടി എന്ന് പറയും. ഇതാണ് എൻ്റെ സ്വന്തം ഭാര്യ സോനയാണ്. ഇത് സോനൻ്റെ ഫാദറാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ ചക്കയൊക്കെ മുറിച്ച് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മകൾ. നല്ല മഴയാണ് ഗൈസ്. വെള്ളം മരിച്ചുപോയി, അതിൻ്റെ ഓർമ്മകളാണ് എല്ലാവരും ഇവിടെ കാണിക്കുന്നത്.
ഇവിടെ മഴ വന്ന് ഞങ്ങൾ പെട്ടുപോയിരിക്കുകയാണ്. ഇനി തിരിച്ചങ്ങനെ വയറില്ല, ചളി ഗുളിയായിരിക്കും. എനിക്കാണെങ്കിൽ വയനാട്ടിൽ നടക്കാറില്ല. മഴ വന്ന് പെട്ടുപോയി. ഗൈസ്, മഴ കുറഞ്ഞെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്, പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. ഞങ്ങളിപ്പോൾ മഴയത്താണ്. എല്ലാവരും ഇവിടെ നനയാണ്. നല്ല മഴയായിപ്പോയി ഗൈസ്. ഇനിയിപ്പോൾ വീണ്ടും പോയിട്ട് കുളിക്കണം. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി മഴ നനഞ്ഞു വന്ന് പുതിയ വേറെ ഡ്രസ്സ് ഇട്ടു. ഞങ്ങൾ അടിപൊളി നെയ്ച്ചോറും ചിക്കനും കഴിച്ചു. പെരുന്നാൾ പ്രമാണിച്ചൊന്നുമില്ല, വെറുതെ ഇവിടെ എല്ലാവരും കൂടിയപ്പോൾ ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും നെയ്ച്ചോറും ചമ്മന്തിയും ബീഫും, പിന്നെ ബീഫ് നമ്മൾ കഴിച്ചില്ല, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡ്. ഫ്രണ്ട്സ്, നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മളാണ് എണീച്ചത്. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും, ഞങ്ങൾ പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തത് കണ്ട ആ വീട്ടിലാണ് ഇപ്പം ഉള്ളത്. ഗൈസ്, നമ്മൾ തിരിച്ച് പാർവതിയിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ മറ്റേ വീട്ടിൽ പോയിട്ട് നല്ല ചായ കുടിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇനി എവിടെയും പോകുന്നില്ല ഗൈസ്. ഒന്നാമത് പെരുന്നാളായതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. മാനന്തവാടി പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ കടകളൊന്നും. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ഒന്നാമത് ഞങ്ങൾ ചീട്ട് കളിക്കുമായിരുന്നു, പിന്നെ സാറ്റ് കളിക്കുമായിരുന്നു, പിന്നെ ഇമ്പോസ്റ്റർ, പിന്നെ തീഫ് ആൻഡ് പോലീസൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അത് മറന്നുപോയി എടുക്കാൻ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ഇട്ടുന്നത് എല്ലാവർക്കും ബൈ.